ഗോപാലേട്ടാ, വിവരക്കേട് തന്നെയാ. നീ എന്താ ഈ പറയണേ? ഇതെന്താ കുട്ടികളിയാ? അവള് വിധവയായിട്ട് വീട്ടിലിരിക്കുമ്പോ ഞാൻ എങ്ങനെ ഒരു പെണ്ണും കുടുംബമായിട്ട് കഴിയുന്ന ഗോപാലേട്ടൻ പറയണേ? ഇതൊക്കെ ലോകത്ത് നടക്കണ കാര്യങ്ങളാടോ. ലോകത്ത് നടക്കണ്ടാവും, എനിക്ക് പറ്റണ്ടേ? അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന നോക്കിയാണോ ഞാൻ ജീവിച്ചത്? എന്നാ ഇപ്പോഴും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നിൽക്കണോ ഞാൻ? അപ്പൊ ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിയാനാ പ്ലാൻ? അതാ യോഗെങ്കിൽ അങ്ങനെ. ഏതായാലും ഇപ്പോ ഗോപാലേട്ടൻ പോയി അവരോടൊന്ന് സംസാരിക്കണം. എന്ത് കാരണം പറയൂടാ? ഇങ്ങനൊരു മരണം ഉണ്ടായി, കുറച്ച് നീട്ടി വെക്കണമെന്ന് പറയാം, അത് ന്യായമുണ്ട്. എത്ര കാലം വെറുതെ എന്തിനാ ഗോപാലേട്ട ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കണേ? അവർ നേരത്തെ വേറെ എന്തെങ്കിലും നല്ല ബന്ധം കിട്ടി പോട്ടെ. അല്ലാണ്ട് എന്നെ കാത്തിരുന്ന എന്താ ഒരു ഉറപ്പ്? ഇപ്പോഴാണെങ്കിൽ വിളി തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവരോട് ആദ്യം ഒഴിയാൻ പറയും. നമ്മൾ ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വെറുതെ ആ കുട്ടിക്കൊരു ദുഷ്പേരാവും. ഇവിടെ അമ്മയും സുമയും ആരും ഇത് അറിയാൻ വേണ്ട. അല്ല, അതല്ല, നമ്മൾ ക്ഷണിച്ചവരോട് എന്ത് പറയും? അതെന്തെങ്കിലും പറയാം. 10-12 എണ്ണല്ലേ കൊടുത്തിട്ടുള്ളൂ. ജവാ സുധാകരൻ നായരെ കല്യാണം ഒഴിഞ്ഞു പോയെന്ന് പറയണത് ഇവിടെ ഒരു വാർത്തയാണ്. എന്നാലും നിങ്ങൾ കളിച്ച് കൊലച്ചരിയാ. അവര് തല്ലാതെ വിട്ട നിങ്ങളെ ഭാഗ്യം. അവർക്ക് ദോഷമായിട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു പെൺകുട്ടിന്റെ കാര്യത്തിൽ കല്യാണം മുടങ്ങുന്ന നിസ്സാര കാര്യ. ഒരു ബ്രോക്കർ എന്ന നിൽക്കുള്ള ചീത്തപ്പേരോ. 4-5 കൊല്ലം നടന്ന് ചെരുപ്പ് തെഞ്ഞിണ്ടായ കല്യാണ. കാശ് എത്ര എനിക്ക് നഷ്ടം എന്നറിയോ? താൻ നഷ്ടപ്പെടണ്ട. തന്റെ നഷ്ടം എത്രയാണെന്ന് വെച്ചാൽ പറയും, അത് ഞാൻ തന്നേക്കാം. അപ്പൊ അവിടെ തിരിക്കിട്ടാണ് മറ്റേ കമ്മീഷനോ? അതും തന്നേക്കാം. തന്റെ പ്രശ്നം തീർന്നല്ലോ. എന്റെ പ്രശ്നം തീർന്നു. ആ പെൺകുട്ടിയുടെ പ്രശ്നം? അതിനിപ്പോ ഞാനെന്താ ചെയ്യേ? കോട്ടൊന്ന് പറഞ്ഞു. അല്ല, കുഞ്ഞിരാമൻ പറയണ എന്താ വെച്ചാ, സുമയ്ക്ക് നമ്മൾ പിന്നീടൊരു ആലോചന ഉണ്ടാക്കിയാ പോരാ. അത് ഞാൻ ഏറ്റു. അതുണ്ടാവട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഏട്ടാ, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാ ഏട്ടന് ബുദ്ധിമുട്ടാവോ? നീ എന്താ അങ്ങനെ പറയണേ? എല്ലാ ബാധ്യത ഒഴിച്ചിട്ട് ഏട്ടൻ സ്വസ്ഥായതല്ലേ, വീണ്ടും ഞാൻ വന്നേക്കുമല്ലേ. നീ വേണ്ടാത്ത ഒന്നും ആലോചിക്കണ്ട. എന്താ വേണ്ട അത് പറ. ഞാൻ തയ്യൽ പഠിക്കട്ടെ. ഏട്ടന്റെ കടയുടെ ഉമ്മർത്തൊരു മെഷീനിട്ട് എനിക്കും ഇരിക്കാലോ. എന്താ നീ എനിക്കൊരു ഭാരായും തോന്നുന്നുണ്ടോ? അതല്ലേ ഏട്ടാ, വെറുതെ ഇരിക്കുമ്പോ ഒരു മടുപ്പ്. നേരം പോകാനാണെങ്കിൽ ആയിക്കോട്ടെ, അല്ലാതെ നീ ജോലി ചെയ്ത് കാശുണ്ടാക്കേണ്ട കാര്യമൊന്നും ഇപ്പൊ ഇല്ല. ഏട്ടൻ ഉള്ളിടത്തോളം കാലം. പിന്നെ ഒരു അപേക്ഷയും കൂടെ ഉണ്ട് എനിക്ക്. എന്നെ ഓർത്ത് ഏട്ടൻ ജീവിതം വേണ്ടെന്ന് വെക്കാൻ ആലോചനയെങ്കിൽ ഞാൻ നിൽക്കില്ല ഇവിടെ. നരകാണെങ്കിലും എന്റെ മോളുടെ അച്ഛന്റെ വീടുണ്ട് അവിടെ. നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? കല്യാണം ഒഴിഞ്ഞു പോയത് അവർക്ക് വേണ്ടെന്ന് വെച്ചിട്ടാ. അത് പോണെങ്കിൽ പോട്ടെ, ലോകത്ത് വേറെ ഇല്ല പെൺകുട്ടികള്. അടുത്ത ആഴ്ച. ഏട്ടാ വേണ്ട, ഈ ലോകത്ത് എന്നെ പോലെ ഏട്ടനെ മനസ്സിലാക്കിയ വേറെ ആരുമില്ല. അമ്മ എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാം, അതുപോലെയല്ല സുമ. ഇപ്പൊ എല്ലാവർക്കും സമാധാനായി. പൊളിക്കും ഞാൻ, ചവിട്ടി ഞാൻ പൊളിക്കും. എന്താണ് ഈ കുന്തം വിഴിഞ്ഞ പോലെ നോക്കണേ? ജോസും മനുഷ്യനാടാ. ഇനി ജോസ് ഒരു മനുഷ്യനും വക വയ്ക്കില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തൂടാ? എന്റെ മുറ്റത്ത് കയറരുത്. കിടക്കണ പുറത്ത്. നീ കിടക്കണ പുറത്ത്. പേടിപ്പിക്കുക ജോസിനെയാ. നല്ല കാര്യായി. പള്ളിയില് പറഞ്ഞാ മതി. എന്തേ കൊല്ലണോ കൊന്നോ തയ്യാറാ, റെഡി പണി. പക്ഷെ എന്റെ പെണ്ണിനെ എനിക്കൊന്ന് കാണണം. കടന്ന് പോടാ നായേ. നീ പോടാ പൂച്ച. എനിക്ക് കാണണം. എനിക്ക് എന്റെ പെണ്ണിനെ കാണണം. എനിക്ക് എന്റെ പെണ്ണിനൊന്ന് കാണണം. അടിക്കുന്നേ പോയാ തല്ലിക്കോടാ. സഹിക്കാൻ പറഞ്ഞിട്ട് കുറെ ആയി. ഞാൻ സംസാരിക്കാം, ഏട്ടൻ പേടിക്കണ്ട.
മനസ്സിലായോ? സുമ, കരയണ്ട. ഇത് കള്ളിന്റെ കരച്ചിലാ. ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങളെ സ്നേഹിച്ചു. അതിന്റെ ശിക്ഷ 4-5 കൊല്ലം ഞാനും എന്റെ ഏട്ടനൊക്കെ അനുഭവിക്കാണ്. ഇന്ന് ഞാനൊരു വിധവയാണ്. കുറെ കൂടി പേടിക്കണം. ഇനി പഴയ പോലെ അനാവശ്യങ്ങൾ പറഞ്ഞു നടന്ന എന്റെ ശവം കൂടി നിങ്ങൾ കാണും. അതും കാണണോ? മേലെ ഗേറ്റിന് മുന്നിൽ വരരുത്. നിങ്ങളുടെ ശബ്ദം ഞാൻ കേൾക്കരുത്. ഞാൻ ജീവിച്ചോട്ടെ. എനിക്കൊരു മോളുണ്ട്. ഞാൻ കല്യാണത്തിന് വന്നാ. ഇന്നല്ലേ 15-ാം തീയതി? പന്തലൊന്നും കാണാനില്ലല്ലോ. പായസമൊക്കെ ഉണ്ടല്ലോ അല്ലേ? പായസം നമുക്ക് പാൽപ്പായസം വെച്ചാൽ ഞാൻ ഓർഡർ വേണ്ട, എന്നെ തല്ലി. നിൽക്കണേ പറഞ്ഞേ. പൂക്കളി നിൽക്കണേ. എന്നെ തല്ലി ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കും. കളിപ്പിക്കരുത് കളിപ്പിക്കരുത്. വേണ്ട ജവാനെ. നിൽക്കണേ. എന്താ ഈ കാട്ടുന്നത്? വേണ്ട. അയ്യോ, എന്ത് പറ്റി മോളെ? എന്താ വെള്ളത്തരം കട്ടണ്ട എനിക്ക് പോടി. മോളെ മോളെ നിറ്റ് പോവാൻ. എന്ത് അക്രമാടാ ഈ കാട്ടിയത്? തല്ലി കൊന്നു. മോളെ മോളെ മോളെ, എന്റെ കുട്ടി, നീച്ചൂട്ടി, വേഗം ഒരു വണ്ടി വിളിക്ക്. എന്നിട്ട് ആശുപത്രി കൊണ്ടുപോടാ. ഈശ്വരാ, എന്ത് സമാധാനം പറയും. മോളെ, വെള്ളം വെള്ളം നോക്കി നിക്കാണ്ടത്തിരി വെള്ളം കൊണ്ടടാ. മോളെ, ഈശ്വരാ, എന്റെ ഗുരുവായൂരപ്പ, ഒന്നും വരുത്തല്ലേ. ഒരു പാൽപ്പായസം ഞാൻ കഴിച്ചോളാം. ഒന്നാക്കണ്ട, 2 പാൽപ്പായസം ആയിക്കോട്ടെ. ഇങ്ങനെ മുമ്പുണ്ടാകാറുണ്ടോ മോളെ? കൊറേ അടി എനിക്ക് കിട്ടി. അതിന് നല്ല പാൽപ്പായസം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക് നിങ്ങളുടെ മോനോട്. എന്താ കുട്ടി, രണ്ട് മറ്റേ കാലം കൂടെ ഓടിച്ചില്ലെങ്കിലേ എന്റെ പേര് ഇന്ദുന്നല്ല. എന്തേട്ടാ കൊച്ചു കുട്ടികളെ പോലെ? ഇവിടെ ആരാ മുളന്നറിയോ? പേരും കള്ളിയാ. മുല്ലശ്ശേരി ഇങ്ങനെ ഒരു അസുരത്ത് എങ്ങനെ ഒന്ന് പറഞ്ഞാവോ? അമ്മു, ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്കും മോളെ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ പറ്റിയ നിനക്ക്? സുഖമില്ലേ? ഇല്ല. എന്നാ എന്താ സുഖമില്ലായ്മന്ന് പറയേ. ദേ, മുത്തച്ഛനാകെ വിഷമിച്ചിരിക്കുക. ഞാൻ 10-18 വയസ്സായ പെൺകുട്ടിയാ. എല്ലാ കാര്യങ്ങളും മുത്തശ്ശനോട് പറയാൻ പറ്റുമോ? മുത്തശ്ശിയോട് പറയാലോ. എന്താ വയറ്റിൽ വേദനയുണ്ടോ? വേദനയല്ല, വയറ്റിനുള്ളിൽ കുട്ടി. എന്താ മതിയോ? അത് കൊള്ളാം. ഞാൻ മോനോടൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ. മുത്തശ്ശി ഒന്ന് പോകുന്നുണ്ടോ? ആ പാൽ അവിടെ ഇരുന്നോട്ടെ. കിടക്കാൻ നേരത്ത് കുടിച്ചോ. എന്നെ 5 മണിക്കൊന്ന് വിളിക്കോ? എന്തിനാ? പഠിക്കാനാ? അല്ല, അമ്പലത്തിൽ പോവാനാ. എന്നാ ആ പെണ്ണിനോട് 5 മണിക്ക് കുളിച്ചു വന്ന് വിളിക്കാൻ പറയാം. അവളെയും കൊണ്ടുപോയിക്കോ, ഒരു കൂട്ടിനെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.